ഹലോ ഗൈസ്, അതിരാവിലെ എണീറ്റ് നല്ലൊരു പാൽ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നല്ല വൈബാകാൻ വിചാരിച്ച് നോക്കുമ്പോൾ നമുക്ക് പണി പാളിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് 5:30 ആകുമ്പോൾ എണീക്കും കേട്ടോ. മോനിക്ക് 6 മണി 6:10 ആകുമ്പോഴത്തേന് പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെയൊക്കെ എണീറ്റ് നേരെ എന്താക്കി നല്ലൊരു പാൽ ചായയൊക്കെ ഉണ്ടാക്കി അവന് മദ്രസ പോകുമ്പോഴേക്കും നമ്മൾ 3 പേരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാവ് നമ്മൾ കൂട്ടി വെച്ചതുകൊണ്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ പിന്നെ ചായയും ഉണ്ടാക്കി അതേപോലെ കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 45 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ആകെ ഒരു മാസം 10 ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. അതിന് 40 ദിവസമൊക്കെ എനിക്ക് ഗ്യാസ് നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വർക്ക് ഉണ്ടായതുകൊണ്ട് കഴിച്ചില്ലായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ആകെ പണി വളയിട്ടുണ്ടാവും. അങ്ങനെ പിന്നെ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ പിന്നെ കുട്ടികൾ വരുമ്പോഴേക്കും മദ്രസ വിട്ട് വരുമ്പോഴേക്കും വേണം. പിന്നെ സ്കൂൾ പോകണമല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് രാവിലെ ഉച്ചക്കൊക്കെ എല്ലാവരും കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന വേഗം ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കേട്ടോ. പിന്നെ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും ഇവിടെ അടുപ്പിൽ തന്നെ സെറ്റാക്കിയത്, വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപാട് അടുപ്പ് കയറുന്നതിൻ്റെ മുന്നേ എന്താക്കി ചോറിന് വെള്ളം വെച്ച് അങ്ങനെ പിന്നെ മുറ്റൊക്കെ അടിക്കണ്ടായിരുന്നു, അതൊക്കെ പോയി ചെയ്ത് വന്നിട്ടോ. അപ്പോഴേക്കും ചോറിന് അരി ഇടാനായിട്ടുണ്ടായിരുന്നു. ആ അരിയൊക്കെ ഇട്ട് ചോറൊക്കെ വെന്ത് വെച്ചിട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഇതിൽ തന്നെ അത് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി പിന്നെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു, മമ്പയർ കേട്ടോ. അങ്ങനെ ഉപ്പേരിയും കറിയൊക്കെ ആയിട്ട് പിന്നെ സച്ചിമോനക്ക് ഇതാക്കണം കഞ്ഞി മതിയായിരുന്നു, മറ്റവനക്ക് ചോറും മതിയായിരുന്നു കേട്ടോ. അങ്ങനെ അവനക്കൊരു ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ടാണ് അവനക്കൊരു ചെറിയൊരു സാലഡ് പോലെ അത് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചോറൊക്കെ തിന്ന് ഞാനിതാ ഒരു പോകാൻ നേരമായപ്പോഴത്തേന് വേഗം എന്താക്കി തിരുമ്പാനൊക്കെ ഇട്ടോ. ഇന്നൊക്കെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടും പാടെ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുട നിർത്താൻ എന്താണെന്ന് വെച്ചാൽ മഴ ചാറുന്നുണ്ട് കേട്ടോ. വലിയവന് കുട എടുക്കൂല എന്നും മറ്റവൻ കുട ഞാൻ തരൂല എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഓടി പോകണം കേട്ടോ. അങ്ങനെ മക്കൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടോ. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.